അന്നേ PVC തീരുമാനിച്ചാണ് ഈ കാരിച്ചാലിന് ഈ നെഹ്റു ട്രോഫിയും ഈ പിന്നെ CBLും എടുത്തു കൊടുക്കുന്നു. അതിനിപ്പം വരുന്ന ശനിയാഴ്ച അതാണ്. ഒരു മാറ്റവും ഇല്ല. ട്രാക്ക് എപ്പോഴും നമുക്കൊരു പ്രശ്നമായിരുന്നു. സ്റ്റാർട്ടിങ് പ്രശ്നമായിരുന്നു. ആ വള്ളം ഞങ്ങളുടെ വള്ളം കയറുന്നില്ലായിരുന്നു. സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ അതിന് അവിടെ ഇച്ചിരി പൊക്കമായിരുന്നു. ഫിനിഷിങ് വന്നപ്പോൾ ആ ലാസ്റ്റ് കൊടിപ്പാട് വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അടിച്ചങ്ങ് വെച്ച് ഒരു 1.5 അടിയും കഴിച്ചു പിള്ളേർ. PVCയെ തോൽപ്പിക്കാൻ ആയിട്ട് ഈ വർഷം ഒരു ടീമും ഇല്ല കുറഞ്ഞു തോൽപ്പിക്കാൻ. നമ്മുടെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അവസാനത്തെ മാച്ചാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ വള്ളംകളിയുടെ സീസൺ അവസാനിക്കുകയും കൂടെ ചെയ്യുകയാണ് അല്ലേ? അതെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏറ്റവും കൂടുതൽ പോയിന്റുകൾ മുൻപിട്ട് നിൽക്കുകയാണ്. നമുക്ക് പ്രസിഡൻഷ്യൽ ട്രോഫി നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളാണല്ലോ അവിടെ നേടിയത്. ഇപ്രാവശ്യം പ്രകൃതി അവിടുത്തെ നമ്മുടെ കായംകുളത്തേതിൻ്റെ കൂടെ തന്നെ ഒരു പ്രകൃതി നമുക്കൊരു വെല്ലുവിളിയാണോ അവിടെ? നമ്മളിപ്പോൾ ഈ വർഷം വള്ളം കളിച്ച ട്രാക്കുകളെ നമ്മൾ പരിശോധിക്കുന്നു. കായംകുളവും പ്രസിഡന്റ് ട്രോഫി ഈ 2 ട്രാക്ക് അത്ര വലിയ ഗുണമുള്ള ട്രാക്കല്ല. പിന്നെ പ്രസിഡന്റ് ട്രോഫി എന്ന് പറയുന്നത് CBL തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം മാത്രമേ പ്രസിഡന്റ് ട്രോഫി പരാജയപ്പെട്ടു. അത് പിന്നെ കാട്ടിത്തൊക്കെ ഞങ്ങൾ കളിക്കുമ്പോൾ NCDC ആണെന്ന് അവിടെ വിജയിക്കും. അത് കഴിഞ്ഞ് അതിന് മുമ്പേ ഒന്നും നമ്മളോട് പറയാൻ ഈ വർഷവും ഒരു മാറ്റവും ഇല്ല. CBL എന്ന ഈ CBL ആകെ 6 ഉള്ളായിരുന്നു. 6-ൽ 6 എടുക്കണമെന്നുള്ള രീതിയാണ്. പിന്നെ താഴെ പിന്നെ പാട്ടനാട് പരിശീലനമൊന്നും വേണ്ട എന്ന് ക്ലബ്ബ് തീരുമാനിക്കുകയും പിള്ളേരും വേണ്ടെന്ന് പറഞ്ഞു. പരിശീലനം ഇല്ലാതെ പോകുന്നത് മാത്രമാണ് പാട്ടനാട് ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചത്. ഇത് പരിശീലനം എടുത്താണ് ഞങ്ങൾ പോകുന്നത്. ഉറപ്പായിട്ടും CBLൻ്റെ 4ാമത് നമ്മൾ വിജയിക്കും. കൂടാതെ ജലചക്രവർത്തി കാരിച്ചാലിന് ആയിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കാരിച്ചാലിന് വള്ളം കൊള്ളത്തില്ല എന്നുള്ള ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ നമ്മളുൾപ്പെടെ PVC ഉൾപ്പെടെ എടുത്തിട്ട് വള്ളം മോശമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ മാറേണ്ടി വന്നു. അപ്പോൾ അന്നേ ഞങ്ങൾ കാരിച്ചാലിന് CBL കിരീടം വാങ്ങിച്ചു കൊടുക്കുന്നു. അതിനകത്തൊരു തർക്കം വേണ്ട. അത് ഞങ്ങൾ പറഞ്ഞപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം ഞങ്ങളോട് നിന്നാണ്. ഞങ്ങൾക്ക് വേണ്ടി ഹാട്രിക് വർഷം വള്ളം ഞങ്ങൾ മാറിത്തരാം എന്ന് പറഞ്ഞു. അന്ന് അവരത് പറഞ്ഞതുകൊണ്ടാണ് PVCക്ക് ഈ സൗഭാഗ്യമെല്ലാം ഉണ്ടായത്. അന്നേ PVC തീരുമാനിച്ചാണ് ഈ കാരിച്ചാലിന് ഈ നെഹ്റു ട്രോഫിയും CBLും എടുത്തു കൊടുക്കുന്നു. അതിനിപ്പം വരുന്ന ശനിയാഴ്ച അതാണ്. ഒരു മാറ്റവും ഇല്ല, ഒരു തർക്കവും ഇല്ല. കപ്പ് ടീം PVCക്ക് തന്നെ. ആരൊക്കെ എന്തൊക്കെ പറയും വള്ളംകളി രംഗത്ത് എന്തൊക്കെ പറയും. ഇപ്പോൾ കഴിഞ്ഞ കായംകുളം കളിയെക്കുറിച്ച് പറഞ്ഞപ്പം ട്രാക്കിനെ കുറിച്ച് പറഞ്ഞപ്പം അവിടെ ഓരോരുത്തരും ഞാൻ എന്നാ ഗഡിച്ച് പറയും അല്ല ജോത്സ്യനാണെന്നൊക്കെ ഓരോരുത്തർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഉള്ള മറുപടിയായിരിക്കും. PVCയെ തോൽപ്പിക്കാൻ ആയിട്ട് ഈ വർഷം ഒരു ടീമും ഇല്ല കുറഞ്ഞു തോൽപ്പിക്കാൻ. അതിനകത്തൊരു തർക്കവും ഇല്ല. അല്ലെങ്കിൽ PVC തുഴയാതിരിക്കണം. ഈ വർഷം ആരെങ്കിലും ജയിക്കണമെന്ന്. പരിശീലനമാണ് ഞങ്ങളുടെ മികവ്. ഒരു മാറ്റവും ഇല്ല. കളി ഉറപ്പായിട്ടും വ്യക്തമായ രീതിയിൽ കായംകുളം പോലെ തന്നെ വ്യക്തമായ രീതിയിൽ തന്നെ കപ്പെടും. അതിൻ്റെ തർക്കമൊന്നുമില്ല. നിങ്ങളുടെ പ്രതീക്ഷകൾ അവിടെ സഫലമാകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. സാറേ നമസ്തേയുണ്ട്. നമസ്തേ. വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ കായംകുളത്തെ വിജയം ഇല്ലേ ആഘോഷിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ടെൻഷനായിരുന്നു. കായംകുളം ട്രാക്ക് എപ്പോഴും നമുക്കൊരു പ്രശ്നമായിരുന്നു. സ്റ്റാർട്ടിങ് പ്രശ്നമായിരുന്നു. ആ വള്ളം ഞങ്ങളുടെ വള്ളം കയറുന്നില്ലായിരുന്നു. സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ അതിന് അവിടെ ഇച്ചിരി പൊക്കമായിരുന്നു. ഫിനിഷിങ് വന്നപ്പോൾ ആ ലാസ്റ്റ് കൊടിപ്പാട് വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അടിച്ചങ്ങ് വെച്ച് ഒരു 1.5 അടിയും കഴിച്ചു പിള്ളേർ. കരുത്ത് ചോരാതെ കളിക്കളത്തിൽ നിറഞ്ഞാടി എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും ലാസ്റ്റ് എനർജി അവർ ഫുള്ളായിട്ട് വർക്ക് ചെയ്തു. കുഴപ്പമില്ല, നല്ലൊരു കളിച്ച്. നമ്മൾ വിചാരിച്ചാലും നല്ല കളിച്ച്. ആദ്യത്തെ ഹീറ്റ്സ് വളരെ മോശമായിപ്പോയി. 3 വള്ളം ഒരുപോലെ വന്നതുകൊണ്ട് ടൈമിംഗ് വന്നില്ല. അതിപ്പോൾ ഞങ്ങളും ഫൈനലിൽ വന്ന 3 വള്ളം കൂടെ ഹീറ്റ്സ് വന്നിരുന്നെങ്കിൽ ഇത് 3 ഔട്ടായി പോനെ അവിടെ. അങ്ങനത്തെ കണ്ടീഷനായിരുന്നു. അവിടെ വള്ളം കയറത്തില്ല. സിംഗിളായിട്ട് കളിച്ച് പോകണമെങ്കിൽ വള്ളം കയറും, നല്ല ടൈം വരും. അതിൻ്റെ തെളിവായിരുന്നു വിയപുരവും മറ്റേ നിരണവും. നല്ല ടൈം വെച്ചത്. ഞങ്ങളുടെ കൂടെ UBC ഉണ്ടായിരുന്നു. മറ്റേ ചമ്പക്കുളം കിടന്ന് കളിച്ചാൽ നമുക്ക് ടൈം കൊടുക്കാൻ ഒത്തില്ല. അല്ല, ഞങ്ങൾക്കൊരു മനസ്സിലുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം വരണ്ട എന്നുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. തീർത്ത് കറ തീർത്ത് നമ്മൾ വിചാരിച്ചത് നല്ല രീതിയിൽ കളിച്ചു പിള്ളേർ. അതായത് ലാസ്റ്റ്
ഒരു കൊടിപ്പാട്, അതായത് 200 മീറ്റർ മാക്സിമം കാണും. ആ 200 മീറ്ററിൽ അര വെള്ളപ്പാട് ലീഡെടുക്കുക എന്ന് വെച്ചാൽ അത് നിസ്സാര കാര്യമാണ്. അര വെള്ളപ്പാട് മേളിലെടുത്താണ് എനിക്ക് തോന്നുന്നു. അത് കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. ഭയങ്കര തന്നെ. മുല്ലത്ത് ഇത്രയും പ്രശ്നമില്ലെന്നാണ് അറിഞ്ഞത് അവിടെ. പക്ഷേ അവിടെ ഇങ്ങനത്തെ ഒരു കളിയാണ്. വെള്ളക്കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നം വരത്തില്ല. ഏറ്റവും ചള്ള് ട്രാക്കാണ് കായംകുളത്ത്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെയായിരുന്നു. വെള്ളം വളരെ മോശമാണ് അവിടുത്തെ. ഒരു കാരണവശാലും അവിടെ കളി വെക്കല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്ര മോശമുള്ള സ്ഥലത്ത് കൊണ്ട് കളി വെക്കാതിരിക്കുന്നത്. നല്ല ട്രാക്ക് പുളിങ്ങുന്നുണ്ടായിരുന്നു, വേറെ സ്ഥലമുണ്ടായിരുന്നു, 2 സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വല്ലതും കൊണ്ട് വെച്ചാൽ മതിയായിരുന്നു. ഒരു കാര്യം പറഞ്ഞോളൂ, ഈ ഞങ്ങളെ 2 മണിക്ക് അവിടെ വിളിച്ചത്. 2 മണിക്ക് ഞങ്ങളവിടെ ചെന്നാൽ 2:30 കഴിഞ്ഞിട്ടാണ് മാർച്ച് പാസ്റ്റാണ്. അത് വളരെ മോശമാണ്. ഒരു ടൈം പറഞ്ഞാൽ ആ ടൈം തന്നെ നടത്തണം. വന്നില്ലെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് ബോണസ് കട്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണം. അന്നേരം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വരും. ഞങ്ങളെല്ലാം കിടന്നിട്ട് ഒരേ വള്ളം വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ടൈം 2 മണി എന്ന് പറഞ്ഞാൽ 2 മണി പറഞ്ഞാൽ 2 മണിക്ക് കറക്റ്റായിട്ട് അത് തുടങ്ങണം. സംഘാടകർ ഇച്ചിരി സ്ട്രോങ് ആണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൊല്ലത്തെക്കുറിച്ച് എന്താണ്? നമ്മുടെ കൊല്ലം ഞങ്ങളെടുത്തിരിക്കും. പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. പ്രാക്ടീസിന് പിള്ളേർ വരുന്നുണ്ട്, അന്നേരം മുഴുവൻ വരുന്നില്ല. ജയിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു. ഇത്രയും പോലെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രാക്ടീസ് തീർച്ചയായിട്ടും ജയിക്കാമെന്ന് പ്രതീക്ഷയുണ്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ചേട്ടന്മാരെ, PBCയുടെ പങ്കായക്കാരാണ് നിങ്ങൾ അല്ലേ? നിങ്ങളെല്ലാം പേരെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ പേരെന്ന് പറയും. എൻ്റെ പേര് അജിത്ത് കൊച്ചനിൽ നിന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. PBCയുടെ 5 വർഷം അടുപ്പിച്ച് PBCയുടെ ക്ലബിലുണ്ട്. 5 വർഷവും കപ്പ് കിട്ടി. ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇനിയും PBCയുടെ തന്നെ കളിക്കുന്നു. ചേട്ടായി, എൻ്റെ പേര് രതീഷ്. ഞാൻ 2 വർഷമായിട്ട് PBCയിലുണ്ട്. അതിന് മുമ്പ് വേറെയുള്ള ക്ലബ്ബിലെല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു. തുളസിക്കാരനായിരുന്നു. തുളസിയിൽ നിന്ന് മാറി പങ്കായക്കാരനായതാണ്. സന്തോഷം. ഞാൻ PBCയിലൂടെ വന്നിട്ട് ഇപ്പം നെഹ്റു ട്രോഫി കഴിഞ്ഞാണ് വന്നത്. അതിന് പിന്നെ NCCയിലായിരുന്നു. ഇപ്പം ഇവരുടെ കൂടെ വന്നിട്ട് 3 കപ്പ് എടുത്തു. നമ്മൾ ഇന്നത്തെ ട്രയൽ തുടങ്ങാൻ പോവാണ് അല്ലേ? തീർച്ചയായിട്ടും പായ്പാടലാണ് നമ്മൾ ട്രയൽ ചെയ്യുന്നത്. പായ്പാടം ഇത് പായമ്പുലല്ലേ? പഴയ പായ്പാടൻ പാടൻ അല്ലേ? നമ്മളെ കപ്പെടുത്തിട്ടുള്ള വള്ളമാണിത്. ഏകദേശം 3 പ്രാവശ്യം കോമനൻ ടൗണ്, 1 പ്രാവശ്യം PBC വില്ലേജ് കപ്പെടുത്തില്ല. പിന്നെ ഇതിൽ UBC 2 പ്രാവശ്യം ഫൈനലിൽ സെക്കൻഡ് പോയ ബോട്ടാണ്. 9ലും 10ലും അങ്ങനെ നല്ല രീതിയിൽ കളിച്ചിട്ടുള്ള വള്ളമാണ്. ഒരു വള്ളത്തിന് ഒരു കുഴപ്പമില്ല. നല്ല സൂപ്പറായിട്ട് നീന്തുന്ന വള്ളമാണ്. നമ്മൾ ട്രയൽ തുടങ്ങാം. നമ്മൾ കൊല്ലത്തെ കപ്പ് കൂടെ എടുത്തിട്ട് നമ്മൾ കളം പെടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. ചേട്ടാ, ഞാനിവിടെ അങ്ങോട്ട് കയറും കേട്ടോ. Action! Word! 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 ബോഡി വിലോട്ടല്ല. ആ കൊള്ളാം, വരച്ചു കയറി. ആ കൊള്ളാം വരട്ടെ. ആ വോട്ട് 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 Ready! 1, 3, 5, 7, 9, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129, 130, 131, 132, 133, 134, 135, 136,
വരടാ ചവിട്ടി വരടാ ചവിട്ടി വരടോ എല്ലാവരും തോള ബോഡി ബോഡി വെച്ചിട്ട് തോള ബോഡി കറിച്ചല്ലേ